നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരിൽ വളരെ ലോകശ്രദ്ധ നേടിയ മദർ തെരേസയെ പറ്റിയാണ്. കണ്ടുമുട്ടുന്ന എല്ലാവരെയും പുഞ്ചിരിയോടെ സ്വീകരിക്കുക. കാരണം സ്നേഹത്തിൻ്റെ തുടക്കം പുഞ്ചിരിയാണ്. ഇത് മദർ തെരേസയുടെ വാക്കുകളാണ്. സമാധാനത്തിൻ്റെ മാലാഖയാണ് മദർ തെരേസ. പാവങ്ങളുടെ അമ്മ എന്നാണ് ലോകം മദർ തെരേസയെ വിളിച്ചിരുന്നത്. നോബൽ സമ്മാനം നേടിയ ഏക ഇന്ത്യൻ വനിതയാണ് മദർ തെരേസ. വിദേശത്ത് ജനിച്ചെങ്കിലും മദർ തെരേസ ഇന്ത്യയിലാണ് ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ചെലവഴിച്ചത്. ഇന്ത്യൻ പൗരത്വം നേടിയ മദർ തെരേസ കൊൽക്കത്തയിലും മറ്റും ചേരികളിൽ പാവപ്പെട്ടവരെ സഹായിച്ചും രോഗികളെ ശുശ്രൂഷിച്ചും ജീവിച്ചു. 1979 മദർ തെരേസയെ തേടി സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം എത്തി. ആഗ്നസ് എന്നാണ് മദർ തെരേസയുടെ യഥാർത്ഥ പേര്. ആഗ്നസ് ഗോങ്സെ ബൊജാക്സു എന്നാണ് യഥാർത്ഥ നാമം. ചെറുപുഷ്പം എന്ന അർത്ഥമാണ് ഗോങ്സെ എന്ന വാക്കിന്. ചെറുപ്പത്തിൽ മാതാപിതാക്കൾ അങ്ങനെയാണ് വിളിച്ചിരുന്നത്. റിപ്പബ്ലിക് ഓഫ് മാസിഡോണിയ തലസ്ഥാനമായ സ്കോപ്ജെയിൻ എന്ന സ്ഥലത്താണ് മദർ തെരേസ ജനിച്ചത്. അൽബേനിയൻ വംശക്കാരായ നിക്കോളായുടെയും റോസയുടെയും മകളായി 1910 ഓഗസ്റ്റ് 26 ആഗ്നസ് ജനിച്ചു. 9-ാം വയസ്സിൽ പിതാവ് നിക്കോളാസ് മരിച്ചു. ആഗ്നസിൻ്റെ കുടുംബം അതോടെ കഷ്ടത്തിലായി. തുന്നൽ വേല ചെയ്താണ് അമ്മയായ റോസ മക്കളെ വളർത്തിയത്. കുട്ടിക്കാലം മുതലേ ആഗ്നസ് വലിയ ദൈവവിശ്വാസിയായിരുന്നു. പള്ളിയിലെ സൊഡാലിറ്റി എന്ന കൂട്ടായ്മ വഴിയാണ് ബംഗാളിൽ മിഷണറി പ്രവർത്തനങ്ങളെക്കുറിച്ച് ആദ്യമായി അറിയുന്നത്. മുതിർന്നപ്പോൾ കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ച ആഗ്നസ് ലൊരേറ്റോ സന്യാസിനി സഭയിൽ അംഗമായി. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യത്തും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്യാസ സമൂഹമാണ് ലൊരേറ്റോ. 1929 ജനുവരി 6 കൊൽക്കത്തയിൽ കപ്പലിറങ്ങിയ ആഗ്നസ് ഡാർജിലിംഗിലേക്ക് സന്യാസ പഠനത്തിനായി പോയി. പഠനകാലത്ത് ഹിന്ദി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ നല്ല രീതിയിൽ പഠിച്ചു. സഭാപഠനം കഴിഞ്ഞ ആഗ്നസ് 1931 മെയ് 24 കന്യാസ്ത്രീ പട്ടം സ്വീകരിച്ചു. അങ്ങനെ ആഗ്നസ് സിസ്റ്റർ തെരേസ ആയി മാറി. കൊൽക്കത്തയിലെ ലൊരേറ്റോ കോൺവെൻറ്റ് സ്കൂളിലെ ഭൂമിശാസ്ത്ര അധ്യാപികയായിട്ടാണ് സിസ്റ്റർ തെരേസ ആദ്യമെത്തിയത്. പിന്നീട് അവർ സെൻറ്റ് മേരീസ് സ്കൂൾ ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ്സായി മാറി. 1946 സെപ്റ്റംബർ 10 സിസ്റ്റർ തെരേസയുടെ ജീവിതം മാറ്റിമറിച്ച ദിവസമാണ്. അന്ന് ഡാർജിലിംഗിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന അവർ യാത്രക്കിടയ്ക്ക് തെരേസയ്ക്കൊരു ഉൾവിളിയുണ്ടായി. മഠം വിട്ട് ചേരികളിലേക്കിറങ്ങി പാവപ്പെട്ടവരെ ശുശ്രൂഷിച്ച് ജീവിക്കാൻ ദൈവം തന്നോട് പറയുന്നതായി അവർക്ക് തോന്നി. ലൊരേറ്റോ മഠത്തിൻ്റെ രീതികളനുസരിച്ച് പുറത്തുപോയി സേവനം നടത്താൻ അനുമതിയില്ലായിരുന്നു. തെരേസ നിരാശയായില്ല. അവർ തൻ്റെ ആഗ്രഹം ബിഷപ്പിനോട് പറഞ്ഞു. 1 വർഷം കാത്തിരിക്കാൻ ബിഷപ്പ് ആവശ്യപ്പെട്ടു. 1948 ഏപ്രിൽ 12 സിസ്റ്റർ തെരേസയ്ക്ക് മഠത്തിന് പുറത്ത് കഴിയാൻ അനുമതി നൽകിക്കൊണ്ടുള്ള കത്ത് ലഭിച്ചു. 38-കാരിയായ തെരേസ സഭാവസ്ത്രം ഉപേക്ഷിച്ച് ബംഗാളി സ്ത്രീകൾ ധരിക്കുന്ന വില കുറഞ്ഞ കോട്ടൺ സാരിയും ധരിച്ച് പുറത്തിറങ്ങി. 5 രൂപയും കുരിശും കൊന്തയും മാത്രമായിരുന്നു അപ്പോൾ തെരേസയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. രോഗികളെ ശുശ്രൂഷിക്കാനുള്ള പരിശീലനം നേടിയ ശേഷമാണ് തെരേസ ചേരികളിലേക്ക് ഇറങ്ങിയത്. ആദ്യം കുറച്ചുനാൾ കൊൽക്കത്തയിലെ സെൻറ്റ് ജോസഫ് ഹോം എന്ന വൃദ്ധസദനത്തിൽ കഴിഞ്ഞ് അവർ പിന്നീട് ക്രീക്ക് ലെയിനിലെ 14-ാം നമ്പർ വീട്ടിലേക്ക് താമസം മാറ്റി. തെരേസയുടെ സേവന ജീവിതം ആരംഭിക്കുന്നത് അവിടെ വെച്ചാണ്. തെരുവിലെ കുട്ടികളും രോഗികളുമായിരുന്നു തെരേസയുടെ പ്രിയപ്പെട്ടവർ. കുട്ടികൾക്കായി സ്കൂളും അതിൻ്റെ വരാന്തയിൽ രോഗികൾക്കായി ഡിസ്പെൻസറിയും അവർ തുടങ്ങി. പലരും ഭക്ഷണവും വസ്ത്രവും മരുന്നുമെല്ലാം
സിസ്റ്റർ തെരേസയ്ക്ക് സംഭാവന നൽകി. സഹായിക്കാൻ ചില സന്യാസിനികൾ എത്തിയതോടെ തെരേസ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസ സഭയ്ക്ക് രൂപം കൊടുത്തു. അങ്ങനെ സിസ്റ്റർ തെരേസ മദർ തെരേസയായി മാറി. 1950 മിഷണറി ഓഫ് ചാരിറ്റിക്ക് റോമിൽ നിന്ന് അംഗീകാരം ലഭിച്ചു. അരനൂറ്റാണ്ടിലധികം കാലം മദർ തെരേസ തെരുവിൽ സേവനം ചെയ്തു. ലോകം പാപങ്ങളുടെ അമ്മയെന്ന് സ്നേഹത്തോടെ വിളിച്ച അവരെ തേടി നോബൽ സമ്മാനങ്ങൾ അടക്കം പല പുരസ്കാരങ്ങളെത്തി. തെരുവിലെ ആളുകൾക്കായുള്ള നിർമ്മൽ ഹൃദയ്, അനാഥ കുട്ടികൾക്ക് വേണ്ടിയുള്ള നിർമ്മൽ ഹൃദയ് ശിശുഭവൻ, കുഷ്ഠരോഗികൾക്കായുള്ള ഗാന്ധിജി പ്രാൺ നിവാസ് എന്നിവ മദർ തെരേസ തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. നോബൽ സമ്മാനത്തിന് പുറമെ മാക്സേ അവാർഡ് പുരസ്കാരം 1962-ലും പത്മശ്രീ 1962-ലും ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന 1980-ലും മദർ തെരേസയെ തേടി എത്തി. വിദേശത്ത് ജനിച്ച മദർ തെരേസ 19 വയസ്സ് മുതൽ ഇന്ത്യയിലാണ് ജീവിച്ചത്. 1949-ൽ ഇന്ത്യൻ പൗരത്വം മദർ തെരേസ എടുത്തു. 1997 സെപ്റ്റംബർ 5-ന് മദർ തെരേസ ഈ ലോകത്തോട് വിട പറഞ്ഞു. 2016 സെപ്റ്റംബർ 4-ന് ഫ്രാൻസിസ് മാർപ്പാപ്പ മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ കൊൽക്കത്ത മദർ ഹൗസ് ഇന്ന് മദർ തെരേസയുടെ പേരിലുള്ള ഒരു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ്. 1992-ൽ നവീൻ ചൗള തയ്യാറാക്കിയ മദർ തെരേസയുടെ ആത്മകഥ മദർ തെരേസ എന്ന പേരിൽ പുറത്തിറങ്ങി. പാവപ്പെട്ടവർ വലിയവരാണ്. അതിമനോഹരമായ കാര്യങ്ങൾ അവർ നമ്മെ പഠിപ്പിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുക, കാരണം അവയിലാണ് നിങ്ങളുടെ ശക്തി കുടികൊള്ളുന്നത്. ഏകാന്തതയും ആർക്കും വേണ്ട എന്ന തോന്നലുമാണ് ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ. ഇതൊക്കെ മദർ തെരേസയുടെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വിശുദ്ധയും അതോടൊപ്പം തന്നെ അഗതികളുടെയും തെരുവിൻ്റെയും അമ്മയായ പാവങ്ങളുടെ അമ്മ മദർ തെരേസയെ പറ്റിയുള്ള ചെറിയ ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.